മക്കളെ, ഇന്ന് അമ്മ വന്നേക്കുന്നത് ഒരു കിഡിലൻ പാവയ്ക്ക വറ്റിച്ചതായിട്ടാണ് കേട്ടോ. പാവയ്ക്ക കയ്പ്പ് കുറഞ്ഞ രീതിയിൽ നല്ല ടേസ്റ്റ് ആയിട്ട് വെക്കുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കാണണം കേട്ടോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് കാണണം കേട്ടോ മക്കളെ. പാവയ്ക്ക ഉപ്പുപൊടിയും മഞ്ഞൾപ്പൊടിയും ഇട്ട് വെള്ളത്തിൽ കുറച്ച് നേരം വച്ചു. അതിനുശേഷം നല്ലപോലെ കഴുകിയെടുത്ത് ഇതേപോലെ കഷ്ണങ്ങളാക്കി നുറുക്കണം. ഈ പാവയ്ക്ക വറ്റിക്കാൻ ഇതേപോലെ കഷ്ണങ്ങളാക്കണം കേട്ടോ. ഇനി നമുക്ക് ഇതേപോലെ നുറുക്കിയെടുക്കാം. എല്ലാ കഷ്ണങ്ങളും നമ്മൾ നുറുക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ നുറുക്കിയ കഷ്ണങ്ങളിലേക്ക് ആവശ്യത്തിന് ഉപ്പുപൊടി, അല്പം മഞ്ഞൾപ്പൊടി കുറവാന്ന് തോന്നിയപ്പോൾ കുറച്ചും കൂടി ഇട്ടതാണ് കേട്ടോ. ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി പിഴിഞ്ഞ് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി അല്പം പച്ച വെളിച്ചെണ്ണ. ഇതെല്ലാം കൈകൊണ്ട് നല്ലപോലെ ഒന്ന് പുരട്ടിയെടുക്കാം. ഒരു അരമണിക്കൂർ നേരം ഇതിങ്ങനെ ഇരിക്കട്ടെ കേട്ടോ. ഇങ്ങനെ വയ്ക്കണത് എന്താണെന്ന് വെച്ചാൽ കയ്പ്പ് കുറഞ്ഞിരിക്കും. പുളിയും ഉപ്പും എല്ലാം അതിൽ പിടിച്ചിട്ട്. ഇനി നമുക്ക് ഇതെങ്ങനെയാണ് വയ്ക്കാമെന്ന് നോക്കാം. ചട്ടി ചൂടായി വരുമ്പോൾ കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം കേട്ടോ. കടുക് പൊട്ടി വരുമ്പോൾ കുറച്ച് ഉലുവ ചേർത്ത് കൊടുക്കാം. ഉലുവ ചേർക്കണത് എന്തിനാണെന്ന് വെച്ചാൽ പാവയ്ക്ക വറ്റിച്ച് വരുമ്പോൾ നല്ല രസവും മണവും കിട്ടും. ഒരു ചെറിയ സബോള കുറച്ച് വലുപ്പത്തിൽ അരിഞ്ഞ് ഇട്ട് കൊടുക്കാം. കുറച്ച് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ. അത് അരിഞ്ഞിട്ടൊന്നുമില്ല, നമ്മൾക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് വാടി വരുമ്പോൾ പച്ചമുളക് ചേർത്ത് കൊടുക്കാം. പച്ചമുളക് എന്ന് പറഞ്ഞിട്ട് അമ്മ ഇവിടെ പഴുത്ത മുളക് എടുത്തേണ് കേട്ടോ. മുളകെല്ലാം പഴുത്തു പോയി. പിന്നെ 2 വറ്റൽമുളകും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നല്ല മണത്തിന് രുചിക്കും. ഇതൊന്ന് പകുതി മൂപ്പായി വരുമ്പോൾ അതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. എല്ലാം നല്ലപോലെ ഒന്ന് പാകമായി വരട്ടെ കേട്ടോ. ഒരുപാട് മൂത്ത് പോകരുത്. ഇപ്പോൾ ഇതൊക്കെ മൂത്ത് വന്നിട്ടുണ്ട്. പൊടികൾ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാൻ ഈ സ്പൂണിൽ 2 സ്പൂണാണ് കേട്ടോ ചേർക്കണത്. ഇനി ഈ സ്പൂണിൽ തന്നെ 1 സ്പൂൺ മല്ലിപ്പൊടി. പൊടികളുടെ പച്ചമണം മാറി മൂത്ത് വരുമ്പോൾ നമുക്ക് ഇനി പാവയ്ക്ക ഇട്ട് കൊടുക്കാം. ഉപ്പും പുളിയൊക്കെ പിടിച്ച പാവയ്ക്ക ഇനി നല്ലപോലെ നമ്മൾക്ക് ഇളക്കി കൊടുക്കാം. ഇങ്ങനെ വയ്ക്കുമ്പോൾ പാവയ്ക്കയ്ക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. ഇതൊരു പകുതി വേവായി വരുന്നത് വരെ നമ്മൾക്ക് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ഒരുപാട് വെന്ത് പോകരുത് കേട്ടോ. നമ്മൾക്ക് നാളികേരപ്പാലൊഴിച്ച് അതിൽ വേവേണ്ടതാണ്. കുറച്ച് സമയം കഴിഞ്ഞപ്പോഴേക്കും പാവയ്ക്ക ഒരുവിധം വെന്ത് വന്നിട്ടുണ്ട്. ഒരു മുറി നാളികേരം ചെരുകി പിഴിഞ്ഞെടുത്തത് ചേർത്ത് കൊടുക്കാം. പാവയ്ക്ക നാളികേരപ്പാലിൽ കിടന്ന് നല്ലപോലെ തിളച്ച് വരണം കേട്ടോ. കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെട്ടാൽ മക്കളെ ലൈക്ക് ചെയ്തോളട്ടാ. പാവയ്ക്ക ഇവിടെ കിടന്ന് തിളച്ച് നല്ലപോലെ വറ്റി വരണം കേട്ടോ. ഇപ്പോൾ നമ്മുടെ പാവയ്ക്ക നല്ലപോലെ വറ്റി വന്നിട്ടുണ്ട്. നാളികേരപ്പാലിൽ കിടന്ന് പാവയ്ക്ക നല്ലപോലെ വറ്റി വന്നിട്ടുണ്ട്. മക്കളെ ഇത് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഇത് ചോറിൻ്റെ ഒപ്പം കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. പാവയ്ക്ക ഇതുപോലെ വറ്റിച്ചതുണ്ടെങ്കിൽ ചോറിന് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. വേറെ ഒരു കറികളും വേണ്ട. ഇനി ഇതുപോലെ എളുപ്പം ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പി ആയിട്ട് വീണ്ടും വരാം കേട്ടോ.